കൊള്ളാം നിന്റെ ഗുരുഭക്തി, നീ നന്നായി വരും. സമഹീന ജായന്മാരെ പറ്റിയുള്ള ഗുണാഭിനിവേശം, ഹീനസന്ധികൾ അറിയുമോ? ഇല്ല. നിനക്കറിയുമോ വക്കാലത്തെ? അർത്ഥശാസ്ത്രമാണ്, ചാണക്യൻ ദ ഗ്രേറ്റിന്റെ അർത്ഥശാസ്ത്രം. ശക്തിയെ സമ്പാദിപ്പാൻ ആഗ്രഹിക്കുന്നവൻ 6 ഗുണങ്ങൾ ഉപയോഗിക്കണം. തന്നെക്കാൾ അധികം ശക്തിയുള്ളവരോട് യുദ്ധം ചെയ്യരുത്, സന്ധി ചെയ്യണം. കാലാൽ പടയാളി ആനയോട് യുദ്ധം ചെയ്താൽ എങ്ങനെ ഇരിക്കും? മരണം സുനിശ്ചിതം. തനിക്ക് സമനായിട്ടുള്ളവരോടും യുദ്ധം ചെയ്യരുത്. ചെയ്താൽ ഒരു മൺകലം മറ്റൊരു മൺകലത്തെ മുട്ടിയതുപോലെ രണ്ടും പൊട്ടും. അവിടെയും സന്ധി ചെയ്യണം. തന്നെക്കാൾ ശക്തി കുറഞ്ഞവനെ അടിച്ചു വീഴ്ത്തണം. മൺകലം കല്ലെറിഞ്ഞ് പൊട്ടിക്കാം. മനസ്സിലായോ മാത്യു? ഇല്ലെങ്കിൽ നീ ഒന്ന് വീശ്. എന്താ പൗർണമി? அப்படியா? எங்க? கோழிக்கோடா? சரி சரி, நான் ஒரு 2 hours வந்துடுறேன். அவளதான் பௌர்ணமி, என்னோட வைஃப். കോഴിക്കോട് ആരോ ചന്ദ്രനെ ദർശിച്ചു. അപ്പൊ ഇന്ന് മുതൽ 15 നാൾ പൗർണമി. സാർ, ഞാൻ കുറെ കാലമായിട്ട് ചോദിക്കണമെന്ന് വിചാരിക്കുക. ഒരു ഭാര്യ നിലവിലിരിക്കെ രണ്ടാമതൊരു ഭാര്യ നിയമവിരുദ്ധമായി. ഞങ്ങൾ പറഞ്ഞതാ വേണ്ടെന്ന്, പക്ഷേ ഇതല്പം കൂടിപ്പോയി. ഒന്നാ കട്ടിലേക്ക് എടുത്ത് വെച്ചേരും. ഗുഡ് നൈറ്റ്. ഇങ്ങേ വാ. AM to 6 PM നിയമം കലക്കി കുടിച്ചവൻ. 6 PM to 6 AM യാതൊരു നിയന്ത്രണവുമില്ലാതെ മദ്യത്തിൽ എന്തും കലക്കി കുടിക്കുന്നവൻ. വളരെ ഓപ്പൺ. മദ്യത്തിന്റെ പുറത്ത് തോളത്ത് കൈയിട്ടുന്ന് വെച്ച് ആ സ്വാതന്ത്ര്യം ഒന്നും നാളെ ഓഫീസിൽ കാണിക്കണ്ട. ഭയങ്കര സ്ട്രിക്റ്റാ. മാത്യു, അല്പം കൂടെ നേരത്തെ ഓഫീസിൽ വരണം. യു ഷുഡ് കം ലിറ്റിൽ ബിറ്റ് ഏർലിയർ. എക്സാക്ട്ലി 8 o'clock ഓഫീസിൽ ഉണ്ടായിരിക്കണം. അണ്ടർസ്റ്റാൻഡ്? ഹെവി ട്രാഫിക്. നോ എക്സ്ക്യൂസ്. ഡിലേഡ് ജസ്റ്റിസ് ഈസ് ഡിനൈഡ് ജസ്റ്റിസ്. അതുപോലെ ഡിലേഡ് പെർഫോമൻസ് ഈസ് നോൺ പെർഫോമൻസ്. ഐ എം സോറി സർ. പൗരന്മാരുടെ സാധാരണ നിയമങ്ങൾ വെറും 10 രൂപ. 2 വീലറിൽ പോകുമ്പോൾ കുട പിടിക്കാമോ? ബസ്സിൽ വെച്ച് മൂത്രമൊഴിക്കാൻ മുട്ടിയാൽ ബസ് നിർത്താൻ ആവശ്യപ്പെടാമോ? ഇങ്ങനെ ഒത്തിരി നിയമങ്ങൾ നിങ്ങളുടെ നിത്യജീവിതത്തിന്റെ ആദ്യ ജനനം മുതൽ അവസാനത്തെ മരണം വരെ അറിഞ്ഞിരിക്കേണ്ട ഒത്തിരി നിയമങ്ങൾ. വെറും 10 രൂപ. വാങ്ങിക്കൂ, വായിക്കൂ. അതെ 10 രൂപ. 10 രൂപ ഇനി ആർക്കാ വേണ്ടത്? 10 രൂപ. അയ്യോ, ഇതാര്? വക്കാലത്ത് നാരായണകുട്ടി സാറോ? സാറിനെത്തിനാ സാറേ ഈ പുസ്തകം? കൊല്ലം നടത്തിയ സൂചി വിൽക്കോ സാറേ? ഭരണഘടന മുതൽ ട്രാഫിക് നിയമം വരെ സാറിന് ബൈഹാട്ടല്ലേ? പേര് ബോബി, ക്യാപ്റ്റൻ ബോബി. സാറേ കത്തി, ലൈറ്റ് പച്ച കത്തി. സാറേ എന്നെ അപ്പുറത്തോട്ടൊന്നാക്കി. ആവശ്യം അറിഞ്ഞിരിക്കേണ്ട നിയമം. അല്ല സാറ് ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ വല്ലതും പോവാണോ അതോ ഈ സിനിമയിലെ ഡമ്മി പോലീസാണോ? എന്താ? ഒന്നുമല്ല സാറ് ഒറിജിനൽ ട്രാഫിക് പോലീസ് തന്നെയാണോ അറിയാൻ വേണ്ടി ചോദിച്ചതാ. താനെന്നെ കളിയാക്കിയതൊന്നും അല്ല സാറേ. ആ ബോർഡിൽ എന്താ എഴുതിയിരിക്കുന്നത്? ബ്രാൻഡി ഷാപ്പെന്നോ മൂത്രപ്പെരാന്നൊന്നും അല്ലല്ലോ. എന്താ സാറാ ബോർഡൊന്ന് വായിക്കണം. വായിക്കണം സാറേ. നോ പാർക്കിംഗ്. സാറിന് അതിന്റെ അർത്ഥം മനസ്സിലായോ? ഇവിടെ വാഹനങ്ങളൊന്നും നിർത്തിയിടാൻ പറ്റില്ല എന്നാണ് എന്റെ അർത്ഥം. പാവ ഇംഗ്ലീഷ് അറിയത്തില്ല സാറേ. താനെന്നെ പഠിപ്പിക്കണ്ട. സാറ് ചൂടാവല്ലേ? ഈ കിടക്കണ സാധനം എന്താ? സാൻഡ്രോ. അതെന്താ ഒരു വാഹനല്ലേ? കേസ് ചാർജ് ചെയ്യണം സാറേ. സാറിന്റെ മൂക്കിന്റെ താഴെ ഇങ്ങനെ ഒരു തോന്നിവാസം നടക്കുമ്പോ നോക്കിയേക്കുക. കൺട്രോൾ റൂമിലേക്ക് വിളിക്കണം സാർ. എന്നിട്ട് ആ ക്രാപ്പ് കൊടുക്കുന്നത് പൊക്കിയെടുത്തോണ്ട് പോകാൻ വരണം. കഷ്ടം. ഒരു നിയമപാലകന്റെ കൺമുമ്പിൽ വെച്ച് നിയമം ലംഘിക്കപ്പെടുന്നു. നമ്മുടെ നാടിന്റെ ശാപം. വില 10 രൂപ. നാട്ടുകാരുടെ വിവരക്കേട്, അധികാരികൾ ഉണ്ടാക്കുന്ന ഗതികേടാ. ഇത് ഞാൻ വെറുതെ വിടുമെന്ന് വിചാരിക്കണ്ട സാറേ. നോക്കി നിൽക്കാതെ ഇത് പൊക്കിയെടുത്തോണ്ട് പോണം സാറേ.
സാർ ആർക്കിട്ടെ സലാം വെക്കുന്നത്? സാർ ഡി ജി പിയുടെ മോളാ. എങ്ങനെ 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 ഡി ജി പി കുര്യൻ സാറിന്റെ മോളാ. എങ്കിലും ഈ വിവരം സാറൊന്ന് നേരത്തെ പറയണ്ടേ? സോറി ട്ടോ, ആളെ മനസ്സിലായില്ല. നോ പാർക്കിങ്ങിൽ വണ്ടി പാർക്ക് ചെയ്തതിനെ ചൊല്ലി ഞാനും മൂപ്പരും തമ്മിൽ ഒരു കശപിശ നടക്കുകയായിരുന്നു. മൂപ്പരുടെ കാല് കൂട്ടിയിരിക്കുന്നത് കണ്ടാ തിരിഞ്ഞു നോക്കിയത്. നോക്കിയപ്പോ മഹാറാണി. തമ്പുരാട്ടി തിരുവിതാംകൂർ കോലത്തുനിന്നാണോ തൃപ്പൂണിത്തുറ പാലസിനാണോ അതോ നിലമ്പൂർ കൊട്ടാരത്തിനാണോ അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിച്ചതാ. മൈൻഡ് യുവർ വേർഡ്സ്. ഓ വേണ്ട വേണ്ടത് സാറേ, ഡി ജി പിയുടെ മുൾക്കുന്ന നിയമം വേറെയാണോ? സാറെ KCRG വണ്ടി പിടിച്ചെടുത്ത പെണ്ണിനെ തൂക്കി അകത്തണം സാറേ. ഞാൻ എന്ത് ചെയ്യാനാണ് സാർ? ഡി ജി പിയുടെ മോൾക്കെതിരെ കേസ് ചാർജ് ചെയ്താൽ സാറിന് അട്ടപ്പാടിലേക്ക് സ്ഥലം മാറ്റും. ഇനിയിപ്പോ സാർ അങ്ങനെ ചെയ്തില്ല വെച്ചാൽ സാറിന്റെ തൊപ്പി ഞാൻ തെറിപ്പിക്കും. ഏത് വേണം സാർ എന്നെ തീരുമാനിച്ചു. സാർ ട്രാഫിക് നിയമം 10 രൂപ 10 രൂപ 10 രൂപ വാങ്ങിക്കണം സാർ. സാറേ, സാർ ഇതൊന്ന് വായിച്ച് പഠിക്കും. പിടിക്ക് സാർ. ഒരു മിനിറ്റ്. എല്ലാ പാർട്ടി ഒരുമിച്ചാണല്ലോ. ഇന്ന് എന്തിനെതിരെ സമരം? മദ്യത്തിനെതിരെ. വൈകുന്നേരം വരെ തൊള്ള പറഞ്ഞാൽ എന്നാ കിട്ടും? ഊറടിക്കാനുള്ള ചിക്കലി. വരണം വരണം. വക്കാലത്ത് നാരായണൻകുട്ടിക്ക് സ്വാഗതം. ഇരിക്കണം. പ്ലീസ് വിസിറ്റ്. സർക്കിൾ ഇൻസ്പെക്ടർ. ഓ, ഇവിടെ നിന്ന് പോയല്ലോ. സബ് ഇൻസ്പെക്ടർ ചന്ദ്രൻ സാർ. എന്തിനാണാവോ അടിയനെ വിളിപ്പിച്ചത്? നന്ദി പറയാൻ. സർക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്ന എന്നെ സബ് ഇൻസ്പെക്ടർ ആയിട്ട് ഉദ്യോഗ കയറ്റം വാങ്ങി തന്നതിന് ശേഷം നേരിട്ട് വന്നൊരു നന്ദി പോലും പറയാൻ പറ്റിയില്ല. വക്കാലത്ത് താങ്ക്സ് ഉണ്ട്രാ. നിന്നോട് എനിക്ക് തീർത്താ തീരാത്ത കടപ്പാടുണ്ടാ. ഔദ്യോഗിക കൃത്യനിർവഹണം എന്താണെന്ന് പഠിപ്പിച്ചു. അബ്കാരി കോൺട്രാക്ട് തന്നുകൊണ്ടിരുന്ന പാരിതോഷികം വാങ്ങിച്ചതിന് ആന്റി കറപ്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ പറഞ്ഞ് വിജിലൻസിനെ കൊണ്ട് പിടിപ്പിച്ചു. കൊച്ചുകൊള്ളി. അനധികൃത സ്വത്ത് സമ്പാദിച്ചതിന് ആദായ നികുതി വകുപ്പിൽ പരാതി അടപ്പിച്ചു. എന്നിൽ ജനസേവനം, ദേശീയബോധം, പൗരധർമ്മം, നീതിസാരം, സാമൂഹ്യ നന്മ, പ്രതിബദ്ധത ഒക്കെ ഉണ്ടാക്കി തന്നില്ലേ? നീ ഇതെനിക്ക് പണ്ടേ പഠിപ്പിച്ചു തന്നിരുന്നതിൽ കോമ്പോസിഷനിൽ 10ൽ 11 മാർക്ക് വാങ്ങിച്ചല്ലടാ. വൈകിട്ടാണെങ്കിലും പഠിപ്പിച്ചു തന്നതിൽ നന്ദിണ്ടാ. കാലത്തെ നോ മെൻഷൻ സർ. അത് കറക്റ്റ്. മനുഷ്യനല്ലാണ്ടാക്കി നീ എന്നെ. ഞാനിപ്പോ ഒരു ഡ്രാക്കുളടാ, ഡ്രാക്കുള. നിന്റെ ചോര കുടിക്കാൻ വേണ്ടി തന്നെയാ ഞാൻ ഇങ്ങോട്ട് സ്ഥലമാറ്റം വാങ്ങി വന്നേക്കണേ. ഇത് തിരുവനന്തപുരം തലസ്ഥാനം. ഇവിടെ സ്ഥാനത്ത് കാണണമെങ്കിൽ തലപ്പത്തിരിക്കുന്നവരുടെ മുമ്പിൽ തല കുനിച്ചേ പറ്റൂ. നിന്റെ നിയമം ഇവിടുത്തെ യമകിങ്കരന്മാരുടെ മുമ്പിൽ വില പോവില്ല കുട്ടി. ഹലോ, പോലീസ് സ്റ്റേഷൻ അല്ലേ? അല്ല, ഉടുപ്പി ഹോട്ടല്. നീ അവർക്കെതിരെ പ്രതികരിക്കാന്ന് വിചാരിക്കുമ്പോഴേക്കും നിന്നെ പ്രതിക്കൂട്ടിൽ നിർത്തി കഴിച്ച് ചാമ്പലാക്കും. പട്ടാപകല് പത്മതീർത്ഥത്തിൽ നിന്നെ മുക്കിക്കൊന്നാലും കൈ കെട്ടി നോക്കി നിൽക്കോടാ. ഞങ്ങളുടെ നാട്ടിൽ പ്രസംഗം നിർത്തിക്കാനും കൈയടിക്കാറുണ്ട്. എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട്. അതാണ് അതിന്റെ ശരി. നീ നിന്റെ പണി മര്യാദയ്ക്ക് എടുത്തോ. പോലീസുകാരുടെ പണി അവരെടുത്തോളും. ആ DGP കുര്യൻ സാറിന്റെ മകൾക്കെതിരെ ട്രാഫിക് നിയമ ലംഘനത്തിന് കേസ് ചാർജ് ചെയ്യണോ വേണ്ടേന്ന് ഞങ്ങള് തീരുമാനിക്കും. ഇത് പോലീസ് മാമിന്റെ പണിയാ. അതെയാ, അത് ശരിയാ. നിങ്ങളൊക്കെ വല്യങ്ങത്തിന്റെ പണിക്കാരാണല്ലോ. ടു സെർവ് പീപ്പിൾ ആൻഡ് പ്രൊട്ടക്ട് ലോ എന്ന് നാട് നില എഴുതി വെച്ചോട് മാത്രമായില്ല സാറേ. പോലീസുകാരെ എന്ന നിയമം തെറ്റിച്ച അത് നിസ്സാരമായി തള്ളിക്കളയാൻ നാരായണൻകുട്ടിക്ക് ആവില്ല. ഇതേ സ്വാതന്ത്ര്യം കിട്ടിയ നാടാ. ഓ, ഒന്ന് പതുക്കെ. ശവം. നിന്നെ ഞാൻ അങ്ങാടി തോറ്റൻ അമ്മയുടെ നെഞ്ചത്ത് എന്നെ ഞാൻ